ജിന്നിനുമുണ്ട് അഭൗതിക കഴിവ്, മലക്കിനുമുണ്ട് അഭൗതിക കഴിവ് എന്ന് ഖുറാഫികൾ പറഞ്ഞത് ഈ വേദി ചില മനുഷ്യന്മാരെ പറയാൻ തുടങ്ങിയപ്പോൾ സഹോദരൻ പറയല്ല, ഇത് ശരിയല്ല, അത് പറയല്ല. 100 കൊല്ലം നമ്മൾ പറഞ്ഞതെന്താ? അള്ളാഹ്ക്ക് മാത്രമേ അഭൗതിക കഴിവുള്ളൂ എന്നല്ലേ? അത് മാറ്റല്ല, ഇത് സമസ്തക്കാരന്റെ വാദമാണ്. ഈ പുളിക്കലിന് വന്നിട്ടല്ലേ നെല്ലിക്കുത്ത് മുസ്ലിയാർ പ്രസംഗിച്ചത്? അന്നത്തെ പുളിക്കൽ മുഖാമുഖം ആ ക്ലിപ്പ് എത്ര സ്ഥലത്ത് നമ്മൾ കേട്ടതാ, ഞാൻ കേൾപ്പിക്കുന്നില്ല. പുളിക്കുന്ന മുഖാമുഖം നടത്തിയത് അവിടെ നാം മൂപ്പര് പറഞ്ഞത് മലക്ക് സഹായിക്കുന്ന ഖുർആനിലുണ്ട്. അപ്പൊ മലക്ക് അഭൗതികല്ലേ, അപ്പൊ അഭൗതികമായി അള്ളാഹു സഹായിക്കുന്നു കിട്ടിയില്ലേ? ഈ പുളിക്ക നടത്തിയ മുഖാമുഖം. അന്ന് ആ ക്ലിപ്പിട്ടിട്ടാണ് ഹനീഫയും അനസും അടക്കമുള്ള ആളുകൾ അതിനെതിരായി അന്ന് സംസാരിച്ചൊക്കെ സംസാരിച്ചത്. ഇതിനിപ്പോൾ അവസാനം പറയാ ജിന്നും മലക്ക് അഭൗതികമാണ്, ഒരു അഭൗതികമായ കഴിവുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ നമ്മൾ മിണ്ടാതിരിക്കണം, നമ്മൾ മൗനം പാലിക്കണം. ആ ഒരു ഗതിമാറ്റം, ആ നയം മാറ്റം വന്നതോടുകൂടി എന്താ സംഭവിച്ചത്? ഇപ്പൊ പല ഹദീസും പ്രശ്നമായി. നമ്മളെ കുറെ ആളെ പുറത്താക്കി, PN അടക്കമുള്ള ഒരുപാട് ആൾക്കാരെ പുറത്താക്കി. കുവൈത്തിലേക്ക് കത്തയച്ചു, ഈ PN ആണ് ശരിയില്ല, ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട കത്ത് പോയി. ഒരു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണമെന്നാണ് മറുപടി. ഒന്ന് KNM നിങ്ങൾക്ക് അയാൾ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അയാളെ പറ്റി അറിയില്ല എന്ന് അവിടുന്ന് മറുപടി വന്നത്.